ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ കേരള ബ്രദേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി കേരള ബ്രദേഴ്സിൽ നമ്മുടെ മുഖം കാണിച്ചിട്ട് അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മീൻ വെട്ടുന്നോണ്ടാണ് കേട്ടോ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നത്. അതെ, നമ്മൾ കാണിച്ചത് ഡോറ നമ്മുടെ ഇന്ന് ചീലാവാണ് വെട്ടുന്നത്. ചീലാവെന്ന് പറയുന്നത് വെട്ടി കുറച്ചുകൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോറയ്ക്ക് അറിയാമോ എന്തിനാ വന്നതെന്ന്? എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ എന്തിനാണ് വന്നതെന്നുള്ളത്. അപ്പോൾ സംഗതി എന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും നമ്മുടെ യൂട്യൂബിലൊക്കെ നമ്മുടെ വീഡിയോ അത്യാവശ്യം റീച്ചായി. അപ്പോൾ കൂടുതലും വരുന്ന കമൻറ്റുകളെന്ന് വെച്ചാൽ ഇവള് ഭാഗ്യവതിയാണ്, എൻ്റെ സ്വഭാവം എന്താണ്, ഭൂമിയിലെ ദൈവമാണ്, അപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എന്താണെന്ന് അറിയാം. നമുക്ക് നമ്മുടെ അടുത്ത് ഇതുപോലത്തെ ആളുണ്ടോ എന്ന് മെസ്സേജ് അയച്ച് ചോദിക്കുന്നു, ഇതുപോലെ സ്നേഹിക്കുന്ന ആൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയാവോ? എനിക്ക് സത്യം പറയാം ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ്. കാരണം അത് ഒരിക്കലും നമ്മള് അയാളെ നിന്നെ നല്ലോണം സ്നേഹിക്കുക, അയാളെ കെട്ടിക്കോ അല്ലെങ്കിൽ അവൻ അങ്ങനെ. ഇപ്പൊ എനിക്കൊരു സുഹൃത്തുണ്ടെന്ന് വെച്ചോ, കല്യാണം കഴിയാത്ത എനിക്കൊരു സുഹൃത്തുണ്ടെന്ന് വെച്ചോ, അപ്പൊ നീ എന്തിനാ ഈ കയ്യിൽ ഇങ്ങനെ കേറ്റുന്നത്? ഇതെന്തോന്ന്? ഇതെന്ത്? ഇത് ഇവിടത്തെ സാധനം കൊണ്ടത് രണ്ടാമത്തെ മുറിവാ. നീ എന്ത് കാണിക്കുന്ന? മീൻ വെട്ടുന്നതാ. ഇങ്ങനെയോ? പറഞ്ഞു കണ്ടിന്യൂ. അപ്പോ എനിക്കൊരു സുഹൃത്തുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവ എന്നോട് നല്ല രീതിയിലായിരിക്കാം പെരുമാറുന്നത്. പക്ഷേ വിവാഹം കഴിച്ച് വരുന്ന പെണ്ണിൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഇവളോട് പെരുമാറുന്ന രീതിയിലല്ല എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പെരുമാറുന്നത്. ഇവളോട് ഞാൻ ദേഷിക്കാറുണ്ട്, വഴക്കടിക്കാറുണ്ട്, പക്ഷെ അവനോട് ഞാൻ ദേഷിക്കാറില്ല. ഇങ്ങോട്ട് ദേഷിക്കാറുള്ള അവനെന്നെ ഇങ്ങോട്ട് കാലിട്ട് അടിക്കാറുള്ള തൂത്ത് മെഴുകാറുള്ളത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരാളെടുത്ത് പെരുമാറുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരാളോട് പെരുമാറുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇന്ന ആളുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അതാണ്. അതുപോലെ തന്നെയാണ് ഓരോ ഹസ്ബൻഡ്. ഇപ്പൊ ഞങ്ങള് പെരുമാറുന്ന രീതിയിൽ പുറത്തും ഞങ്ങള് അഭിനയിച്ച് അങ്ങനെ നമുക്ക് വീഡിയോ എടുത്തിടാനും പറ്റത്തില്ല. ഞങ്ങള് വഴക്കിടും അലമ്പും ചെയ്യും. അതുപോലെ വഴക്കിടാറുണ്ട്, ഞങ്ങൾ അടിയിടാറുണ്ട്, അലമ്പാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വാക്കേറ്റം എന്ന് വെച്ചാൽ അങ്ങനെ റോങ് ആയിട്ടൊന്നും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ നല്ല രീതിയിൽ ഞങ്ങൾ വഴക്കിടുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ സംസാരിക്കാറുണ്ട്, നല്ല രീതിയിൽ ഹെർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാറുണ്ട്. ഇപ്പം ഇഷ്ടമാണ്, സ്നേഹമാണ് എങ്കിൽ പോലും നമ്മളതൊക്കെ നമ്മുടെ ലൈഫിൽ അതെല്ലാം ഏത് നോർമലായിട്ടുള്ള ഒരാളുടെ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും അതെല്ലാം ഞങ്ങളുടെ ലൈഫിലും ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വീഡിയോസ്, ഇപ്പം ഞാൻ പറയാം എല്ലാ വീഡിയോസും എല്ലാവരുടെയും വീഡിയോസും സത്യസന്ധമാണ് എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളും വഴക്കടിക്കാറുണ്ട്, എല്ലാവരെയും പോലെ പിണങ്ങാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്, മിണ്ടാതിരിക്കാറുണ്ട്, എല്ലാം ഞങ്ങൾ ചെയ്യാറുണ്ട്. അല്ല, ഞാൻ പറയാം ഞങ്ങളും എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഹാപ്പിയാണ്, സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്, സമാധാനമുണ്ട്. അസുഖങ്ങളുടെ മാത്രം ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. എല്ലാം ഉണ്ട്. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ, ഞാനാണെങ്കിലും പ്രിൻസി ആണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ ലൈഫിലും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ എല്ലാ ബന്ധങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് ഞങ്ങൾ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ ശ്രമിക്കാറുമുണ്ട്. ഇപ്പം പലരും പറയാറുണ്ട് ഞാൻ ഇവളോട് കാണിക്കുന്ന സ്നേഹം അഭിനയമാണ്, കുറച്ച് നാൾ കഴിഞ്ഞ് കണ്ടാൽ അറിയാം. അപ്പം അതിന് നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ് 3 കൊല്ലമായ ഒരു കൊച്ചുണ്ട്, ഇനിയാണോ അഭിനയമാണെന്നും പറഞ്ഞുകൊണ്ട് വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ സ്നേഹിക്കുന്നവരും അങ്ങോട്ട് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സംഗതി എന്ന് വെച്ചാൽ ചിലപ്പം അവരുടെ ലൈഫിൽ അവരുടെ പാർട്ട്ണറുമായിട്ട് ഹാപ്പി ആയിരിക്കില്ല. അപ്പം അതുകൊണ്ട് ചിലപ്പം ഇന്നലെ ഒരു കമന്റ് കണ്ട്, ഇങ്ങനെ ഇൻസ്റ്റയിലാണെന്ന് തോന്നുന്നു കേട്ടോ, ഇങ്ങനെ പുള്ളിക്കാരത്തിനെ ഇപ്പോഴും ഹസ്ബൻഡ് കണ്ടായിരുന്നു, അത് വണ്ണം വെച്ചു അല്ലെങ്കിൽ ഒരു നിറത്തിന്റെ പേരിലും എൻ്റെ പാല് കട്ട് ചെയ്തല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോ ഇതുപോലെയുള്ളത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അന്ന് ഹസ്ബൻഡ് കയ്യിൽ നിന്ന് കറുത്തു പോയി അല്ലെ തടിച്ച്, ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. അല്ല, അങ്ങനത്തെ വാക്കുകളൊക്കെ കേൾക്കുന്ന കാലഘട്ടമാണ് അത്. ഇപ്പൊ നിങ്ങൾ അത് വെച്ച് നോക്കുമ്പോ നമ്മൾ അങ്ങനെയൊന്നും പറയാറില്ല. പക്ഷെ എന്താ പറയുക, നമ്മൾക്കിടയിലും ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിടയിൽ നടക്കാറുണ്ട്. എന്ന് വെച്ചിട്ട് നമുക്ക് സ്നേഹമില്ല, ഇഷ്ടമില്ല അങ്ങനൊന്നുമല്ല, എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്കപ്പോൾ.
വഴക്കും ഞങ്ങൾക്കിടയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ അഭിനയമാണ് അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ കാണാമെന്ന് പറയുന്ന ആൾക്കാരോട് ഞങ്ങൾ ഏകദേശം ഒരു 4-5 കൊല്ലത്തോളം ഫ്രണ്ട്ഷിപ്പിലിരുന്ന് ഞങ്ങൾ സ്വയം മനസ്സിലാക്കിയതിന് ശേഷം മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ദൈവം എന്താണ് നമുക്ക് വേണ്ടി വിധിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു മൂമെൻ്റ് വരെയും ഈ ഒരു നിമിഷം വരെയും ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾ സന്തോഷമാണ്. ഞങ്ങൾ അങ്ങനെ പിരിയാൻ അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കാനുള്ള നിമിഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടായിരുന്നു. ഇല്ല, സത്യമായിട്ട് സ്വന്തമായിട്ട് പറഞ്ഞാല്. പക്ഷെ അതൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ അതൊക്കെ എന്തോ സോൾവ് ചെയ്തു എന്നുവെച്ചാൽ ഞാൻ പറയാം, ഞങ്ങൾക്കിടയിൽ പ്രശ്നം വന്ന സമയത്ത് കൂടുതലും ഞങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്കിടയിൽ നിന്നത്. അപ്പൊ ആ സമയത്തെന്ന് വെച്ചാല് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റുകയോ അല്ലെങ്കിൽ ഞങ്ങൾ മേ ബി ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിവുണ്ട്. പക്ഷെ ഡോറയ്ക്കെന്ന് വെച്ചാൽ ആ സമയത്ത് ആ ഒരു ഇത് കുറവായിരുന്നു. എന്നുവെച്ചാൽ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ എന്ത് വേണം എന്നൊരു ഉറച്ചു നിൽക്കാനുള്ളൊരു തീരുമാനം എടുക്കാനൊന്നും ഡോറയ്ക്ക് ആ സമയത്ത് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതുകൊണ്ട് ഡോറ ഇങ്ങനെ നമ്മളിൽ പറയത്തില്ലേ, കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ, അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം. പക്ഷെ ഞാനുമായിട്ട് ഡോറ സംസാരിച്ചതിന് ശേഷം അവളൊരു തീരുമാനം എടുത്തു, എന്നാ ഒന്ന് റിസ്ക് എടുക്കാം എന്നവൾ തീരുമാനം എടുത്തത് കൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ അവൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ലൈഫിലുണ്ടാവും. നിങ്ങൾ ചിന്തിക്കുന്ന കണക്ക് ഇപ്പം ഒരുപാട് പേര് പറയുന്നുണ്ട് ഇങ്ങനൊരു ലൈഫ് കിട്ടാൻ പുണ്യം ചെയ്യണം അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ ആരും ചിന്തിക്കുന്ന പോലെ ഒരു ഈസി ലൈഫൊന്നുമല്ല ഞങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ തമ്മിൽ ഇപ്പം ഒരു നോർമലായിട്ടുള്ളൊരു കപ്പിളിനേക്കാളും കൂടുതൽ ഞങ്ങൾ തമ്മിൽ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഇപ്പം ഡോറയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരാളുടെ സപ്പോർട്ട് വേണം. ഇപ്പം ഞാൻ പുറത്തോട്ട് പോകുന്നതിൻ്റെ കൂടുതൽ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പോകുമ്പം ഇവിടെ നിൽക്കാൻ ഇപ്പോൾ ആളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് പുറത്തോട്ട് പോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എനിക്ക് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തമ്മിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കത് പറ്റുന്നത്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞു ഡോറയുടെ ഭാഗ്യമാണ് എന്നെ കിട്ടിയത്. സത്യത്തിൽ ഞാനൊരിക്കലും അങ്ങനെ പറയില്ല, ഡോറയുടെ ഭാഗ്യമാണ് എന്നെ കിട്ടിയതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം വെച്ചാൽ എൻ്റെ ലൈഫിലും ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് പല റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ പല ആൾക്കാരും എന്താ പറയുന്നത്, ഞാൻ കാണിക്കുന്ന ആ ഒരു സ്നേഹം അല്ലെ ആ ഒരു ആത്മാർത്ഥതയെക്കാളും കൂടുതൽ നമുക്ക് പണമുണ്ടോ, നമ്മുടെ ചുറ്റുപാട് എങ്ങനെയാണ്, നമ്മുടെ ജീവിത സാഹചര്യം എങ്ങനെയാണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമുക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും വന്നത്. പക്ഷേ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു ഇതുവരെ അങ്ങനെ ഞാൻ ഒരു രീതിയിലുള്ള ബിഹേവിയർ ഇല്ല. പക്ഷെ ഡോറയുടെ ഭാഗത്തുനിന്ന് എനിക്ക് നോക്കിയിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പൈസ ഇല്ലേ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ശരിയാകും, പൈസ ഇല്ല, അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ നിൽക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവരും പറയുന്നതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവളെ കിട്ടിയത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇവളെ അങ്ങോട്ടേക്ക് വിടാറില്ലേ, തൊടുപുഴയ്ക്ക് വിടാറില്ലേ, കുറച്ച് ദിവസം അവിടെ കൊണ്ട് നിർത്തും. എനിക്കെന്ന് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ എൻ്റെ അടുത്തുനിന്ന് ഞാൻ ഇവളെ മാറ്റി നിർത്താറില്ല. അത് അവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാ ഇപ്പൊ പിന്നെ കുഞ്ഞും കൂടെ വന്നപ്പോ ഒട്ടും ഇല്ല. പിന്നെ എനിക്കും ഇപ്പൊ പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പിന്നെ അമ്മയും അച്ഛനും ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് നിൽക്കുകയും ചെയ്യാറുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ അടുത്തുനിന്ന് ഇവക്ക് 2 വട്ടമാണെങ്കിൽ ഇവക്ക് എംപ്ലോയ്മെന്റിൽ നിന്ന് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുപ്പിച്ച് കിട്ടി. ഒന്ന് എനിക്ക് പെർമനന്റ് ആയേനെ, കാരണം 1 ഇയർ ആയിരുന്നു. എനിക്ക് സത്യത്തിൽ മാറ്റി നിർത്താൻ തീരെ താല്പര്യമില്ല. എൻ്റെ അടുത്തുനിന്ന് മാറ്റി നിർത്താൻ എനിക്ക് തീരെ താല്പര്യമില്ല. അത് പണ്ടേ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒന്നിച്ച് നിന്ന് തുടങ്ങിയതിന് ശേഷം ഞാൻ 7 മന്ത് പോയത് തന്നെ ഇച്ഛന് താല്പര്യമില്ല. പിന്നെ ഭയങ്കര വഴക്കിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വഴക്കിട്ട് മിണ്ടാതെയൊക്കെ ഞാൻ ഇരുന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ടും പോയി. അത് ഞാൻ പോയത് അങ്ങനെ ഒരു കാര്യത്തിനുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജ് ആയിരുന്നു അവർ പ്രിഫർ ചെയ്തു. അപ്പം മോനെടുക്ക് അങ്ങനെ പോയതാണ്. അതിനുശേഷം പിന്നെ ചെക്കപ്പും കാര്യങ്ങളും ഇപ്പം അമ്മ അച്ഛൻ ഇവിടെ വരുന്നോണ്ട് എനിക്ക് അങ്ങനെ പോയി നിൽക്കണം എന്നൊന്നും എനിക്കില്ല. പക്ഷെ എനിക്ക് ഇടയ്ക്ക് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് 2 തവണ ഇന്റർവ്യൂ കാർഡ് വന്നെങ്കിലും എനിക്ക് വിടാൻ താല്പര്യമില്ലായിരുന്നു. മെയിനായിട്ട് ഞാൻ എനിക്ക് അകറ്റി നിർത്തുന്ന തീരെ താല്പര്യമില്ല. രണ്ടാമെന്ന് വെച്ചാൽ പുള്ളിക്കാരി ഇപ്പം ജസ്റ്റ് നടന്നു തുടങ്ങിയിട്ടുള്ളൂ. അത് പൂർണ്ണമായിട്ട് നടന്നു തുടങ്ങി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ഇന്ന് നടക്കുമെന്ന് വെച്ചോ, നാളെ നടക്കത്തില്ല. നാളെ ഫുള്ള് കിടപ്പായിരിക്കും. മറ്റന്നാൾ അതിനേക്കാളും അപ്പുറമായിരിക്കും. മറ്റന്നാൾ അത് എഴുന്നേക്കാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വിടത്തില്ല. എനിക്ക് ആ ഒരു ഇത് തോന്നുന്നില്ല. എനിക്ക് എങ്ങോട്ടെങ്കിലും വിടാനോ മാറ്റി നിർത്താനോ തോന്നുന്നില്ല. ഇപ്പം എന്താ പറയുക, എപ്പോഴും എൻ്റെ അടുത്തുണ്ടാവും.
ഞങ്ങൾ വഴക്കിട്ടാലും ബഹളം വെച്ചാലും എല്ലാം ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ മാറ്റി നിർത്താൻ അകറ്റി നിർത്താനൊന്നും എനിക്ക് പറ്റാറില്ല. അതുകൊണ്ടാണ് കൂടുതലും നമ്മൾ എങ്ങോട്ടും ഡോറേനെ വിടാതെ പിടിച്ചിങ്ങനെ നിർത്തിയേക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എന്നെ കിട്ടിയതല്ല ഒരിക്കലും ഉള്ള ഭാഗ്യം എന്ന് പറയുന്നത്, എനിക്ക് അവളെ കിട്ടിയത് തന്നെയാണ്. കാരണം ഇപ്പം ഞാൻ എന്താ പറയുക, ഞാൻ ഓപ്പണായിട്ട് ഓർമ്മ പറയാം, ഞാൻ ദേഷിച്ചാലും ഞാൻ പിണങ്ങിയാലും വഴക്കടിച്ചാലും ഒന്നും ഞാൻ എൻ്റെ വീട്ടിൽ പോവാ എന്ന് പറഞ്ഞ് ഇറങ്ങി പോകത്തില്ലല്ലോ. ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ലല്ലോ. എങ്ങോട്ടേലും പോണേ ഞാൻ തന്നെ കൊണ്ടുപോകണം. വഴക്കിട്ടാലും ഞാൻ റൂമിൽ തന്നെ കട്ടിലെ തന്നെ റൂമിൽ ഇരിക്കും. പക്ഷെ ഇറങ്ങി ഒറ്റ പോക്ക് പോകുന്ന ആരാടാ? ഈ പരിസരത്ത് കാണത്തില്ല. എനിക്കെന്ന് വെച്ചാല് ഞാൻ വഴക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറയുന്നത് സൈലന്റ് ആയിരിക്കണം. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ പുറകെ ചെന്നിട്ട് എനിക്ക് എവിടെയെങ്കിലും തനിയെ ഇരിക്കണം, മിണ്ടാതിരിക്കണം, സൈലന്റ് ആയിരിക്കണം, ഒന്നും ഡിസ്റ്റർബ് ചെയ്യരുത് തന്നെ. പക്ഷെ ഇവളങ്ങനെയല്ല. ഇപ്പം ഞങ്ങൾ വഴക്കിട്ടെന്ന് വെച്ചോ, അപ്പോൾ ഇവക്കറിയാം വഴക്കിട്ട് ഞാൻ ദേഷിച്ചിരിക്കുകയാണെന്ന് ഇവക്ക് നല്ലോണം അറിയാവേ, എനിക്ക് നല്ല ദേഷ്യം വന്നിരിക്കുകയെന്നറിയാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുമെന്നറിയാം, വന്നിട്ട് ഇച്ചായ അത് പിന്നെ അച്ചായ അങ്ങനെയാണ് ഇച്ചായ ഞാൻ പറയുന്ന കേക്ക് ഞാൻ അറിയില്ല മിണ്ടാതിരിക്കില്ല. അത് മെയിനായിട്ട് എനിക്ക് ദേഷ്യം വരുന്നത് പറയാം. ഇപ്പം എന്തെങ്കിലും ഇവളുടെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നതാണ്, അപ്പം ഞാൻ ആ തെറ്റ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ വഴക്കിടക്കുന്നത്. എല്ലാം അങ്ങനെയല്ല, ചില കാര്യങ്ങൾ മാത്രം അങ്ങനെ വഴക്കിടക്കും. അപ്പോൾ വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നത് കേൾക്കുമ്പോൾ, ഇച്ചായ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയെന്നല്ല, ഞാൻ അറിഞ്ഞില്ല, ഞാൻ വിചാരിച്ചേ അത് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുവാന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്, ഞാൻ അറിഞ്ഞില്ല കേട്ടോ, എന്നാ ഒരബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കിച്ചായ എന്നല്ല ഇവള് പറയും. എനിക്കത് കേൾക്കുമ്പം ദേഷ്യം വരും. അത് ഒരു തവണ ഒരെണ്ണമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ആദ്യമേ ഒന്നും എനിക്ക് അങ്ങനെ ദേഷ്യം വരത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എന്ത് ചെയ്താലും പറയുന്നത് അതെ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ആയിരിക്കുന്നു കേട്ടാ. ഇപ്പം മെഡിസിൻ കഴിച്ചില്ല, മെനിഞ്ഞാന്ന് ഞങ്ങൾക്കിടയിൽ ഒരു വഴക്കിടന്നുണ്ട്. അപ്പം മെഡിസിൻ കഴിച്ച് ആയുർവേദ മരുന്ന് മേടിച്ചു കൊടുത്തേ. ആയുർവേദ മരുന്ന് മേടിച്ചു കൊടുത്തിട്ട് 20 ദിവസത്തേക്കുള്ള ഗുളികയെ കൊടുത്തിട്ടുള്ളതെന്ന് ഡോക്ടർ പറഞ്ഞത്. ഇപ്പോഴും ഗുളികയല്ല അതുപോലെ ഇരിപ്പുണ്ട്. പോയിട്ട് വന്നിട്ട് 1.5 മാസം കഴിഞ്ഞ് ഡോക്ടർ വിളിച്ചിട്ട് എൻ്റെ അടുത്തമ്മോ എന്നെ ഇനി ഒന്നും പറയാനായിട്ടില്ല. അങ്ങേര് എന്താ നിനക്ക് ഉത്തരവാദിത്തമില്ലാഞ്ഞിട്ട് ഞാൻ 20 ദിവസത്തേക്കുള്ള മെഡിസിനാ തന്നെ, എന്നിട്ട് എന്നോട് കഷായം കുടിച്ച് തീർത്തോ? ഞാൻ പറഞ്ഞു ഇല്ലെന്ന് തോന്നുന്നു, ഇച്ചിരി ഇരിപ്പുണ്ട്. ആര് പറഞ്ഞിരിപ്പോ എന്തിനിരിക്കാൻ എനിക്കറിയാൻ വേണ്ട. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്ത്, ഞാൻ വന്ന് എടി ഗുളിക എന്ത് ചെയ്യേ എടുത്തു തന്നെ. അപ്പൊ ഞാൻ എടുത്തു നോക്കി തന്നെ എല്ലാ ഗുളിക കുറച്ചും കണ്ട ഒരു 5-6 എണ്ണം അങ്ങോട്ട് അതിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാം അതുപോലെ ഇരിപ്പുണ്ട്. ഇത് എന്താ കാരണം എന്ന് പറയാം ഇത്രയും ദേഷ്യം തോന്നാനും, 2 ദിവസം എഴുന്നേറ്റില്ല വേദനയാന്ന് പറഞ്ഞുകൊണ്ട് കിടപ്പ് 2 ദിവസം എഴുന്നേറ്റില്ല. എന്നിട്ട് കഷായം ഞാൻ ചോദിച്ചു, കഷായം എന്ത് ചെയ്യും? കഷായം എടുത്ത് കാണിച്ച് അന്ന് കാണിച്ച കഷായം വേറെ കഷായം അല്ലല്ലോ ഇത്, ആ സെയിം കഷായം. അതിലും ഉണ്ടായിരുന്നു. ഞാൻ 30 ml അല്ലേ കുടിക്കേണ്ടത്? 30 ml അല്ലേ കുടിക്കേണ്ടത്? 30 ml. ഈ ബോട്ടിൽ ടോട്ടൽ എത്ര ml ഉണ്ട് ഞാനൊന്ന് നോക്കട്ടെ. 200 ml. 30 ml വെച്ച് 3 ദിവസം ആകുമ്പോൾ 90 ml. വീണ്ടും 3 ദിവസം കൂടി ആകുമ്പോഴത്തെ എത്ര ആവും? 90 180 ml. പിന്നെ 20 ml കാണാനുള്ളൂ. നമ്മളിപ്പോൾ പോയിട്ട് വന്നിട്ട് എത്ര ദിവസമായി? 2 മാസമായി. അപ്പം മൊത്തവും 6 ദിവസം ഒരു ബോട്ടിൽ, 7 14 ദിവസം കുടിക്കേണ്ട മരുന്നാണ് ഇവള് 2 മാസമായിട്ട് കുടിക്കുന്നത്. അപ്പൊ ദേഷ്യം വരുമോ വരാതിരിക്കും? അത് സമ്മതിച്ചു, അത് ഞാൻ ദേഷ്യപ്പെടും, ഞാനാണെങ്കിലും ദേഷ്യം. എന്നിട്ട് വേദന എടുത്ത് കിടക്കുന്നത്. ഞാൻ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഗുളിക കഴിക്കാറുണ്ടോടി? ഞാൻ ഗുളിക കഴിച്ചില്ല ഇന്ന്. ഞാൻ ചോദിച്ചാൽ എന്നിട്ട് ഇന്നലെയോ? കഴിച്ചില്ല. അപ്പൊ ഞാനും കഴിച്ചില്ല. പിന്നെ ദേഷ്യം വരാണ്ടിരിക്കുവോ? കൊടുത്ത് ഞാൻ അങ്ങോട്ട് പിന്നെ അല്ലാണ്ട് വെച്ചോണ്ടിരിക്കാൻ പറ്റും. അത് ഞാൻ സമ്മതിച്ചു. ദേഷ്യം എനിക്കാണല്ലോ ഇപ്പൊ ഇച്ചായൻ എന്തെങ്കിലും മരുന്ന് മേടിച്ചിട്ട് ഞാനും പറയാറുണ്ട്, വണ്ടിക്കകത്ത് മേടിച്ചു വെക്കും ഗുളിക. എനിക്കെന്ന് വെച്ചാല് ഞാന് ഇപ്പം ഈ പനിയൊക്കെ വന്നു കഴിഞ്ഞാല് മാക്സിമം ഞാനൊന്ന് കഷായവും ആവിയൊക്കെ പിടിച്ചു. ഈ പറയുന്ന ആൾക്ക് കഷായം കൊടുത്തിട്ട് ഡോക്ടർ പറയാ അവന് കഷായം കുടിച്ചാൽ ഛർദ്ദിക്കാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവന് കഷായം വേണ്ടെന്നാ പറഞ്ഞു. പക്ഷെ ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്, അത് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസം ഉണ്ടായിക്കൊണ്ട് എന്നോട് പറയാ കൽക്കണ്ട് വിട്ടിട്ടുണ്ടോ? ഇന്നത്തെ കൽക്കണ്ട് വിടണേ, അല്ലാതെ എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനത്തെ കഷായമല്ല കുടിക്കുന്നത്. നമ്മൾ ഈ തുളസിയൊക്കെ സമൂലം എടുത്ത് പനിക്കുറൊക്കെ ഇട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കഷായം ഉണ്ടല്ലോ, ഞാൻ അതാ കുടിക്കുന്നത്. അതിന് പുറത്തുനിന്നുള്ള കഷായം ഞാൻ അങ്ങനെ കുടിച്ചിട്ടില്ല. പിന്നെ വെച്ചാൽ ഈ നല്ല എരിവ് നല്ല മധുരമൊക്കെ ഉള്ള സാധനമാണ്, ത്രിഫലാദി പൊടിയോ അങ്ങനെയുള്ള അതൊക്കെ ഞാൻ കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ അത് കഴിക്കുമ്പോഴത്തേക്ക് ഏകദേശം ഓക്കെ പറഞ്ഞു. അല്ല ഞാൻ പറയട്ടെ, ഇംഗ്ലീഷ് മെഡിസിൻസ് ഞാൻ അങ്ങനെ അധികം കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ സംഗതി എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാം പറഞ്ഞു വന്നില്ലേ, ഇതാണ് സംഗതി. ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനി പിണങ്ങിയാലും ഇറങ്ങി പോകത്തേ ഒന്നുമില്ല. അതുപോലെ തന്നെ സംഗതി എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട്
കൂടുതലായിട്ടും ആൾക്കാർ എയിം ചെയ്യുന്നത് ഇങ്ങനൊരു പെണ്ണിനെ സ്വീകരിക്കാൻ കാണിച്ച മനസ്സ്, ഇങ്ങനൊരു പെണ്ണ് എനിക്ക് മനസ്സിലാകാത്ത. ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുന്നത്, നമ്മൾ പുറമേ നോക്കുമ്പോൾ ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ നോക്കുന്ന സൗന്ദര്യം ഇവിടെ കാണുന്നില്ല. ഓക്കെ, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ശരിയായിരിക്കാം. നിങ്ങൾ നോക്കുന്ന സൗന്ദര്യം ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല. അതെന്താന്ന് വെച്ചാ ഇച്ചായന്റെ ഹൈറ്റും സൗന്ദര്യം വെച്ചിട്ടാണ്. എന്റെ ദൈവമേ, അപ്പൊ എനിക്ക് സൗന്ദര്യം ഉണ്ടോ? ആ ഉണ്ട്, അതുകൊണ്ടല്ലേ ഇപ്പോഴും പെമ്പിള്ളേർ മെസ്സ് അയക്കുന്നേ. അപ്പം സംഗതി എന്ന് വെച്ചാല് പറഞ്ഞില്ലേ, ഇതാണ്. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൗന്ദര്യം ഉണ്ടാവണമെന്നില്ല. ഇപ്പം നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഇടുന്നൊരു കമൻറ്റാണ് ഇങ്ങനൊരു പെണ്ണിനെ സ്വീകരിച്ചത്. സത്യത്തിൽ അങ്ങനെ ഒരിക്കലും പറയരുത്, അങ്ങനെ ഒരിക്കലും ഒരാളോടും പറയരുത്. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. കാരണം വെച്ചാൽ നിങ്ങളിപ്പം സ്നേഹം കൊണ്ട് റോങ് ആയിട്ടൊന്നും വിചാരിച്ചായിരിക്കില്ല പറയുന്നത്. പക്ഷേ അങ്ങനെ കേൾക്കുമ്പോൾ അപ്പം ഇവക്ക് മാത്രമല്ല, നമ്മുടെ ഞാൻ എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ കാണുന്ന നമ്മുടെ ആര്യയുടെ കമൻറ്റ് ബോക്സ് ഞാൻ നോക്കിയപ്പോഴും സെയ്ദിനോട് പറയുന്നൊരു കാര്യമാണ് ഇങ്ങനൊരു പെണ്ണിനെ സ്വീകരിക്കാൻ കാണിച്ച മനസ്സ്. അപ്പോൾ ഒന്ന് ഹൈറ്റ് കുറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് പൊതുവേ കാണുന്ന ഒരു സൗന്ദര്യമില്ല എന്നുള്ളത് കൊണ്ടോ ഒരിക്കലും അതൊരു കുറവ് എന്നുള്ള രീതിയിൽ നമുക്ക് വരുത്തി തീർക്കാൻ പറ്റില്ല. ഇപ്പം ചിലപ്പം കൈയില്ല, കാലില്ല, ഇതൊക്കെയാണെങ്കിൽ പിന്നെയും പറയാം, നമുക്കത് കുറവുകളാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ ആ കുറവുകളെയും അതിജീവിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. കാഴ്ചയില്ലാത്ത 2 സിസ്റ്റേഴ്സിനെ എനിക്കറിയാം, അവർ പാട്ടുകാരാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് തൻ്റെ കുറവുകളെ മറന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഇവക്കിപ്പം 2 കൈയുണ്ട്, 2 കാലുണ്ട്, സാധാരണ നോർമലായിട്ടുള്ള സ്ത്രീകളെ പോലെ പ്രസവിക്കാനുള്ള കഴിവുണ്ട്, വീട്ടിലെ ജോലികൾ ചെയ്യുന്നുണ്ട്, എൻ്റെ കാര്യം നോക്കുന്നു, കുഞ്ഞിൻ്റെ കാര്യം നോക്കുന്നു, സ്വന്തം കാര്യം നോക്കുന്നു. അപ്പം എന്തെങ്കിലും കുറവുള്ളതായിട്ട് എനിക്ക് എവിടെയും ഫീൽ ചെയ്തിട്ടില്ല. കാരണം എല്ലാവർക്കും ഉള്ള കാര്യങ്ങൾ അവർക്കും ഉണ്ട്, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം അത് കുറവ് എന്നുള്ള രീതിയിൽ നമുക്കൊരിക്കലും പറയാനായിട്ട് എനിക്ക് പറ്റും എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ പറയുമ്പം ശ്രദ്ധിക്കുക, അങ്ങനെ ഒരിക്കലും ആരോടും, നമ്മളോടൊന്നല്ല ഒരാളോടും പറയരുത്. കാരണം സ്വാഭാവികമായിട്ടും ആ കമൻറ്റ് കാണുന്ന വ്യക്തികൾക്ക് അതിലുള്ള വ്യക്തികൾ ഹെർട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് സത്യത്തിൽ കുറവുണ്ടോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരാൻ സാധ്യതയുണ്ട്. ഇവർക്ക് വരത്തില്ല കേട്ടോ, അതെനിക്ക് നല്ലോണം അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇത് പറയുന്നത് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ വേറെ എനിക്ക് തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇച്ചാൻ്റെ കൂടെ വന്നിട്ട് ഇച്ചാൻ ഇതുവരെ ആ ഒരു രീതിയിൽ ഒന്നും കുഴപ്പമില്ല, അങ്ങനെയൊന്നും ഇല്ല എന്നൊരു കോൺഫിഡൻസ് തന്നുകൊണ്ട് ഇപ്പം ഞാനും അങ്ങനെ ഒന്നും മൈൻഡ് ചെയ്യാറില്ല. നേരത്തെ ഒക്കെ പുറത്തു പോകുമ്പോൾ എനിക്ക് നാണക്കേടായിരുന്നു, എല്ലാവരും നോക്കുന്നത്, അങ്ങനെ ഇച്ചായ അതാണ്ട് നോക്കുന്നത്, അങ്ങനത്തെ ഒരു മൈൻഡ് എനിക്കിപ്പോൾ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ആരോട് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും ഇപ്പം ഞാൻ പറയാം, നമുക്കൊരു ഇച്ചിരി കാലിനൊരു മുടന്തുണ്ടെന്ന് വെച്ചോ, അപ്പോൾ അയ്യോ ഈ മുടന്തയാണോ നടക്കുന്നത് ഇങ്ങനെ ചോദിക്കുമ്പം ആ സ്വാഭാവികമായിട്ടും ആ മുടന്ത് അതിജീവിക്കാൻ അവർക്ക് കഴിവുണ്ടെങ്കിൽ പോലും ആ സമയത്ത് അയ്യോ എനിക്ക് അവരെ പോലെ നടക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു ചിന്ത വരും. അപ്പോൾ അവരുടെ കോൺഫിഡൻസ് അവിടെ തകരും. അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ഒരിക്കലും ഒരാളുടെയും കോൺഫിഡൻസിനെയോ മനസ്സിനെയോ ഇടിച്ച് താക്കാതെ മാക്സിമം അവർക്ക് കോൺഫിഡൻസ് കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർ തന്നെയാണ് നല്ലത് ഉദ്ദേശിച്ചാണ് കമൻറ്റ് ഇടുന്നെങ്കിൽ പോലും ആ കമൻറ്റ് കാണുമ്പോഴും ആൾക്കാർക്ക് ഞങ്ങൾക്കെന്നല്ല, അത് അങ്ങനെ നിങ്ങൾ ആരെ സ്നേഹിച്ച് കമൻറ്റ് ഇട്ടാലും അവർക്കത് വേദന കൊടുക്കുന്നതായിരിക്കും. കാരണം എൻ്റെ പാർട്ട്ണർക്ക് ഒരു കുഴപ്പമില്ല, പക്ഷേ എനിക്ക് കുഴപ്പമുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരും. സ്വാഭാവികമായിട്ടും ആ ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കുറച്ച് നാൾ കഴിയുമ്പം അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ മനുഷ്യൻ്റെ മനസ്സല്ലേ എപ്പം എങ്ങനെ വരും ഏത് രീതിയിൽ വരും എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും അവളുടെ ഭാഗ്യമായിട്ട് എന്നെ കാണുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഭാഗ്യമാണ് എൻ്റെ ഭാര്യ. ഞാൻ പറഞ്ഞത് കള്ളമാണോ അല്ലയോ? ഞാൻ പറഞ്ഞ കള്ളമാണോ അല്ലയോ? സത്യമായിരിക്കാം. അല്ല എനിക്ക് പക്ഷെ അങ്ങനെ ഇല്ല. ഞാൻ വന്നുകൊണ്ട് ഇച്ചാൻ ഒരുപാട് കാര്യങ്ങൾ എന്താ പരിധികൾ വന്നു ഇല്ല എന്നൊന്നും പറയത്തില്ല. എനിക്ക് ഒരുപാട് പരിധികൾ വന്നു, പരിമിതികളുണ്ട്. പുറത്തോട്ട് പോകുന്നതിലാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇപ്പം എനിക്ക് ഭയങ്കര തലവേദന എടുത്തിട്ട് ഞാൻ അത് തന്നെയല്ല, ഇപ്പം തുണി എടുത്ത് അലക്കാനാണെങ്കിലും വിരിക്കാനൊക്കെ ആണെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് ഇച്ചായ വേണം, പിന്നെ ഇത് തുറക്കണമെങ്കിൽ വേണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒട്ടുമിഴി വേസ്റ്റ് ഒന്ന് അപ്പുറത്ത് കൊണ്ട് കളയണമെങ്കിൽ ഇച്ചായ വേണം. അപ്പോൾ അതൊക്കെ മാത്രമല്ല, ഇപ്പം എനിക്കൊരു തലവേദന വന്ന് ഞാൻ കിടക്കുമെന്ന് വെച്ചോ, അപ്പം വിളിക്കും ഇച്ചായ ഇതൊന്നും എടുത്ത് തന്നെ
എഴുന്നേറ്റ് വരും. വന്നിട്ടില്ലയോ മെനിഞ്ഞാന്ന് ഞാൻ തലവേദന എടുക്കുക കിടക്കുവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി നേരം കിടക്കുവാണ് എന്ന് പറഞ്ഞ് പോയിട്ട് കിടന്ന് അങ്ങോട്ട് നടുവ് നിവർത്തിയപ്പോൾ ഇച്ചായ ഒന്നിങ്ങ് വരുമോ എന്നും ചോദിച്ചോണ്ടൊരു വിളി ഓർമ്മയില്ലേ? അത് ഓർക്കുന്നില്ല. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഒരുപാട് കാര്യത്തിൽ നമുക്ക് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോൾ നമ്മൾ ഈ മാറ്റങ്ങളും ഈ എന്താ പറയുന്നത് പരിമിതികളും എല്ലാം നമ്മൾ തരണം ചെയ്താണ് നമ്മൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ലൈഫ്, നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. അല്ല ഈ ചാനൽ ഇപ്പൊ പറഞ്ഞത് എന്റെ ഭാര്യ അപ്പൊ തലവേദന എടുത്തിട്ട് കിടക്കും കുഴപ്പമില്ല. അതുകൊണ്ടാണല്ലോ എഴുന്നേറ്റ് വന്നത്. എഴുന്നേറ്റ് വരണം. അല്ലാതെ പിന്നെ എന്തിനാ അതിപ്പോ പറഞ്ഞത്? അതുകൊണ്ടാണല്ലോ ഒന്നും പറയാതിരുന്നത്. ഞാൻ പറഞ്ഞത് എനിക്ക് വന്ന പരിമിതികളെ അത് ഞാനാണോ തുടക്കം ഇട്ടത്? ആ പരിമിതികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയാതെ കണ്ടല്ലോ, ഞാൻ വെറും പാവമായിട്ടിരുന്നാല് എന്ത് ചെയ്യാനാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പറമല്ലയ്യ. അപ്പോ എനിക്ക് മതിയാകും. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇതാണ് ഞങ്ങളുടെ ലൈഫ്, ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമന്റ് ചെയ്യണം. മാക്സിമം എല്ലാവർക്കും വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണേ. അറഞ്ചം പറഞ്ഞ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, വാട്സപ്പിൽ എല്ലാം അറഞ്ചം പറഞ്ഞ് നിങ്ങൾ സേവ് ചെയ്ത് കൊടുക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം വെച്ചാൽ നമ്മുടെ വീഡിയോസിന് പഴയതുപോലെ റീച്ച് ഇല്ല. എല്ലാവരും നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വരുമാനം വരുത്തുള്ളൂ, പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് വരാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. ഇന്നും ഞങ്ങളൊരു കുട്ടി വിളിച്ചിട്ട് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചാൽ മാത്രമേ നമുക്ക് വീഡിയോയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടിട്ട് മറ്റുള്ളവരെ സഹായിക്കാനെങ്കിലും പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന ചിന്തയോടുകൂടി ഞാനും ഡോറയും ഇപ്പോൾ ബൈ പറയുന്നു.